വേറൊരുത്തന്റെ കയ്യിലിരിക്കുന്ന കാശ് നമ്മുടെ പോക്കറ്റിൽ എത്തിക്കുന്നതല്ലേ ഈ കച്ചവടം. അതൊരു കലയല്ലേ? അതിന് ഈ കലി കൊണ്ട് വല്ല കാര്യമുണ്ടടാ? പേടിച്ചില്ല, ചെറുതായിട്ടൊന്നും പേടിച്ചില്ല, ഞാനും പേടിച്ചു. ഈ സീൻ ഞാൻ ആദ്യമായിട്ട് ഞാൻ എൻ്റെ റൂമിൽ നിന്ന് ഞാൻ ഈ പടം ഇങ്ങനെ കണ്ടപ്പോൾ എൻ്റെ മോനെ പെട്ടെന്ന് ഇങ്ങനെ വന്ന് ഞാൻ തന്നെ ടെൻഷനായി. ഇപ്പൊ നിങ്ങൾ ചെറുതായിട്ടൊന്നും ടെൻഷനായില്ലേ? സാറില്ല, പോട്ടെ, സോറി കേട്ടോ. ഇത് ഞാൻ ഈ സീൻ ഇവിടെ കൊടുത്തതെന്തിനാന്ന് ചോദിച്ചാൽ, വിനായകന് ഈ ഒരു സീനിൽ ചൂടാവുന്ന സമയത്ത് വിനായകന്റെ ബ്ലഡ് പ്രഷർ കൂടുന്നുണ്ട്, BP കൂടുന്നുണ്ട്, രക്തസമ്മർദ്ദം കൂടുന്നുണ്ട്. ചൂടാകുമ്പോൾ മാത്രമല്ല വേറെ കുറെ കേസിലും BP കൂടും. നമ്മളിങ്ങനെ എല്ലായ്പ്പോഴും കേൾക്കുന്ന ഒരു സാധനമാണ്. ചില ആൾക്കാരെങ്കിലും ചൂടാകുമ്പോൾ എൻ്റെ BP കൂടും, BP കൂടും, രക്തസമ്മർദ്ദം കൂടും, ബ്ലഡ് പ്രഷർ കൂടും എന്നൊക്കെ പറയാറുണ്ട്. ഇപ്പൊ എൻ്റെ അപ്പ എന്നോട് ചൂടാകുമ്പോൾ ഞാൻ പറയൊരു കളിയാക്കും, BP കൂടുന്നുണ്ട് കേട്ടോ എന്നൊക്കെ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയും. എനിവേ, ഈ BP കൂടുക എന്നുള്ളതുകൊണ്ട് എന്താ ഉദ്ദേശിച്ചത്? എന്താണ് BP? എന്താണ് രക്തസമ്മർദ്ദം? എന്താണ് ബ്ലഡ് പ്രഷർ? സിമ്പിൾ ആണ്. എന്താണ് ബ്ലഡ് പ്രഷർ എന്ന് ചോദിച്ചാൽ, നമ്മളെ ബ്ലഡ് അല്ല, നമ്മളെ ഹൃദയം ഇങ്ങനെ കോൺട്രാക്ട് ചെയ്യുകയും റിലാക്സ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഹൃദയം ഇങ്ങനെ മിടിക്കുന്നതിനനുസരിച്ച് ഹൃദയം കോൺട്രാക്ട് ചെയ്യുകയും റിലാക്സ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ആർട്ടറികളിൽ, നമ്മുടെ ധമനികളിൽ, പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ നമ്മളെ ഞരമ്പ് ഉണ്ടല്ലോ, ഞരമ്പിൽ അനുഭവപ്പെടുന്ന ഒരു പ്രഷറാണ് എന്ത്? ബ്ലഡ് പ്രഷർ. ബ്ലഡ് പ്രഷർ ഈസ് ദ പ്രഷർ ഫെൽറ്റ് ഇൻ ദ ആർട്ടറീസ്. അത് ആർട്ടറീസിലാണ് എന്ത് ചെയ്യുന്നത്? അനുഭവപ്പെടുന്നത്. വെൻ ദ ഹേർട്ട് കോൺട്രാക്ട്സ് ആൻഡ് റിലാക്സസ്. ഹൃദയം കോൺട്രാക്ട് ചെയ്യുമ്പോഴും റിലാക്സ് ചെയ്യുമ്പോഴും, ഹൃദയം സങ്കോചിക്കുമ്പോഴും പൂർവ്വസ്ഥിതി പ്രാപിക്കുമ്പോഴും നമ്മുടെ ധമനികളിൽ, ആർട്ടറികളിൽ അനുഭവപ്പെടുന്ന ഒരു മർദ്ദമാണ് എന്ത്? രക്തസമ്മർദ്ദം. ഒന്നുകിൽ ഈ ഡെഫിനിഷൻ എഴുതാം, അല്ലെങ്കിൽ വളരെ സിമ്പിൾ ആയുള്ള മറ്റൊരു ഡെഫിനിഷനും കൂടി ഉണ്ട്. ബ്ലഡ് പ്രഷർ ഈസ് ദ പ്രഷർ എക്സർട്ടഡ് ഡ്യൂറിംഗ് ദ സിസ്റ്റോൾ ആൻഡ് ഡയസ്റ്റോൾ. സിസ്റ്റോളിന്റെ സമയത്തും ഡയസ്റ്റോളിന്റെ സമയത്തും ഉണ്ടാകുന്ന ഒരു പ്രഷറാണ് ഇത് ബ്ലഡ് പ്രഷർ. സിമ്പിൾ ആണ്, അങ്ങനെയും എഴുതാം. അപ്പൊ ഇതിൽ ഏതെങ്കിലുമൊക്കെ എഴുതാം, സിമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ സിസ്റ്റോളിന്റെ സമയത്തും ഡയസ്റ്റോളിന്റെ സമയത്തും നമുക്ക് അനുഭവപ്പെടുന്ന പ്രഷറാണ് എന്ത്? ബ്ലഡ് പ്രഷർ. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ടും സിസ്റ്റോളിന്റെ സമയത്തും ഡയസ്റ്റോളിന്റെ സമയത്തും എന്ന് വെച്ചാൽ രണ്ട് സമയത്തും എന്തുണ്ടാകുന്നുണ്ട്? പ്രഷർ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ സിസ്റ്റോളിന്റെ സമയത്ത് ഉണ്ടാകുന്ന പ്രഷറിനെ സിസ്റ്റോളിക് പ്രഷർ എന്നും ഡയസ്റ്റോളിന്റെ സമയത്ത് ഉണ്ടാകുന്ന പ്രഷറിനെ ഡയസ്റ്റോളിക് പ്രഷർ എന്നും പറയും. ഇതിന്റെ മലയാളം എന്താ? ഇതിന്റെ മലയാളം ഇത് തന്നെയാണ്. ഇതിന് മലയാളം ഇംഗ്ലീഷ് അങ്ങനെ സെപ്പറേറ്റ് ഒന്നും, ഒക്കെ സെയിം ആണ്. സിസ്റ്റോളിന്റെ സമയത്ത് ഉണ്ടാകുന്ന പ്രഷർ സിസ്റ്റോളിക് പ്രഷർ, ഡയസ്റ്റോളിന്റെ സമയത്ത് ഉണ്ടാകുന്ന പ്രഷർ ഡയസ്റ്റോളിക് പ്രഷർ. ഈ രണ്ട് പ്രഷറും കൂടി ചേരുമ്പോഴാണ്, കമ്പൈൻ ചെയ്യുമ്പോഴാണ് ബ്ലഡ് പ്രഷർ എന്ത് ചെയ്യുന്നത്? പൂർണ്ണമാകുന്നത്. അപ്പോൾ ബ്ലഡ് പ്രഷറിൽ നമ്മൾക്ക് എത്ര പ്രഷർ ഉണ്ട്? ശരിക്കും 2 പ്രഷർ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരാളുടെ നോർമൽ ബ്ലഡ് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് ഇങ്ങനെയാണ് പറയുക: 120/80 mmHg. mmHg എന്താണെന്ന് ചോദിച്ചാൽ ഇതിന്റെ യൂണിറ്റ് ആണ് കിലോഗ്രാം, മീറ്റർ, സെക്കൻഡ് എന്നൊക്കെ പറയുന്ന ഒരു യൂണിറ്റ് ആണ് എന്ത്? mmHg. ഇനി mmHg എന്താണെന്ന് അങ്ങനെ ആലോചിച്ച് തലമുണ്ടാക്കണ്ട. 120/80 mmHg, 120/80 mmHg ആണ് ബ്ലഡ് പ്രഷറിന്റെ നോർമൽ ബ്ലഡ് പ്രഷർ. ഓക്കെ ആണല്ലോ. ഇതിൽ ചെറിയ കുഞ്ഞു വ്യത്യാസങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലൊന്നും പ്രശ്നമില്ല. ഇപ്പൊ ഞാൻ ലാസ്റ്റ് ബ്ലഡ് കൊടുത്തിരുന്നു. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ആഴ്ച ബ്ലഡ് കൊടുക്കാൻ പോയി. അപ്പോൾ ഇതിന്റെ സിസ്റ്റോളിക് പ്രഷർ 120 ആയിരുന്നു, കറക്റ്റ് പക്ക. ഡയസ്റ്റോളിക് പ്രഷർ 69 ആയിരുന്നു. എന്നിരുത്തിട്ട് എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല, ഞാൻ ബ്ലഡ് കൊടുത്ത് ഓക്കെ ആയി പോകുന്നു. ചെറിയ കുഞ്ഞു വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ നോർമലി 120/80 mmHg എന്നാണ് പറയുന്നത്. അത് കൂടി, ഭയങ്കരമായിട്ട് കൂടി, ഒരു 180/120 ഒക്കെ ആയി എന്ന് വിചാരിക്കും. ഭയങ്കരമായിട്ട് കൂടി. 120 ഉള്ള 180, 80 ഉള്ളത് ഒരു 120 ഒക്കെ ആയി, ഭയങ്കരമായിട്ട് കൂടി. അത് പ്രശ്നമാണോ? അത് പ്രശ്നമാണ്. ബ്ലഡ് പ്രഷർ ഈസ് റൈസിങ് എബോവ് ദ ലെവൽ. ഒരു നോർമൽ ലെവലിനേക്കാളും ബ്ലഡ് പ്രഷർ കൂടിക്കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് ഹൈപ്പർ ടെൻഷൻ. എന്ത് ടെൻഷൻ? ഹൈപ്പർ ടെൻഷൻ. അതിന്റെ മലയാളം എന്താ? അത് തന്നെയാണ്, ഹൈപ്പർ ടെൻഷൻ ആണ്. അപ്പൊ ബ്ലഡ് പ്രഷർ, രക്തസമ്മർദ്ദം സാധാരണ നിലയേക്കാൾ കൂടിയാൽ അത് ഹൈപ്പർ ടെൻഷൻ. എന്നാൽ കുറഞ്ഞ പ്രശ്നമാണോ? അതും പ്രശ്നമാണ്. അപ്പൊ തീരെ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവില്ല. അപ്പൊ ലോവറിംഗ് ദ ബ്ലഡ് പ്രഷർ ഈസ് കാൾഡ് ഹൈപ്പോ ടെൻഷൻ. അതിനെ വിളിക്കുന്ന പേര് ഹൈപ്പോ ടെൻഷൻ. രക്തസമ്മർദ്ദം, ബ്ലഡ് പ്രഷർ സാധാരണ നിലയേക്കാൾ കുറഞ്ഞു, അത് ഹൈപ്പോ ടെൻഷൻ. സാധാരണ നിലയേക്കാൾ കൂടിയാൽ അത് ഹൈപ്പർ ടെൻഷൻ. ഓക്കെ ആണല്ലോ. നോർമൽ എത്രയായിരുന്നു? 120/80 mmHg. എന്നാൽ ബ്ലഡ് പ്രഷർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതിന്റെ ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്തു എന്നുള്ളത്. അത് ചെക്ക് ചെയ്ത ഇൻസ്ട്രുമെന്റ് ഏതാ അറിയോ? ഈ ഇൻസ്ട്രുമെന്റ് വെച്ചിട്ടാണ് ചെക്ക് ചെയ്തത്. ഒരു സിസ്റ്റർ, നല്ലൊരു സുന്ദരിയായുള്ള ഒരു സിസ്റ്റർ ഇങ്ങനെ കെട്ടിയൊക്കെ തിന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇതാക്കിയിട്ട് എന്തോ ഒരു സാധനം, ഇങ്ങനെ ഒരു സാധനം ഇതാക്കിയിട്ട് ഇങ്ങനെ എന്തോ ഇതിൽ കൂടി ഇങ്ങനെ പോകും. അങ്ങനെ കറക്റ്റ് നമ്മളെ ബ്ലഡ് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഉപകരണത്തിന് എന്തൊരു പേരുണ്ട്, ഞാൻ മറന്നുപോയി, നിങ്ങളൊന്ന് പറഞ്ഞുതരും. ഓക്കെ, ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തു ഈ ഉപകരണത്തിന്റെ പേര്. ഇത് മാത്രമല്ല വേറൊരു ഇൻസ്ട്രുമെന്റും കൂടി ഉണ്ട്. ആ ഇൻസ്ട്രുമെന്റിന്റെ പേര് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. അത് ഡിജിറ്റൽ BP അപ്പാരറ്റസ് ആണ്. പക്ഷേ ഈ ഇൻസ്ട്രുമെന്റിന്റെ പേര് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം. സോ സീ യു സൂൺ. വീണ്ടും കാണാം. നിങ്ങളുടെ സ്വന്തം മറക്കൽ. പിന്നെ ഇപ്പോൾ നിലവിൽ എന്ത് ഓഫർ ഉണ്ട്? മൺസൂൺ ഓഫർ ഉണ്ട്. നമ്മളെല്ലാ റീലിലും വീഡിയോസിലൊക്കെ നിങ്ങൾ കാണുന്നതാണ്. അപ്പോൾ ആ ഒരു ഓഫർ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? വളരെ വേഗത്തിൽ തന്നെ അഡ്മിഷൻ എടുത്ത് സൂപ്പറായിട്ട്, സുന്ദരമായിട്ട്, അടിപൊളിയായിട്ട്, ഗംഭീരമായിട്ട് പഠിക്കുക. ഓക്കെ.